എജ്യൂപോർട്ട്. യെസ്, അപ്പോൾ മക്കളെ ഇന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ പേരൊക്കെ ഹിന്ദി എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചും പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ എജ്യൂപോർട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് സെറ്റാക്കി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം. അപ്പോൾ ദാ ഇന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുർജായ ഫൂൽ എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എല്ലാ വർഷവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മുർജായ ഫൂൽ എന്ന് പറയുന്ന കവിത എഴുതിയത് സുഭദ്രകുമാരി ചൗഹാൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ദാ സുഭദ്രകുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ള മുർജായ ഫൂൽ എന്ന് പറയുന്ന കവിത നമ്മൾ അടിപൊളിയായിട്ടൊന്ന് സെറ്റാക്കാൻ പോവാണ്. എല്ലാ വർഷവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിന്ന് മസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ സുഭദ്രകുമാരി ചൗഹാൻ, യെസ്, അപ്പൊ ഹിന്ദിയിലെ വളരെ 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 ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്, ഒരു കവയത്രിയാണ് സുഭദ്രകുമാരി ചൗഹാൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം, അതായത് അവർ എഴുതിയിട്ടുള്ള ഹിന്ദിയിൽ ഫേമസ് ആയിട്ട് ഒരുപാട് ലോകപ്രിയമായിട്ടുള്ള ഒരു കവിതയാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം കവിതയിലേക്ക് വരാം അല്ലെ. यह मुरझाया हुआ फूल है, इसका हृदय दुखाना मत. എന്താണ് പറയുന്നത്? ഇതൊരു മുർജായ ഫൂൽ ഹെ, ഇതൊരു വാടി തളർന്നിരിക്കുന്ന പൂവാണ്. ഇസ്കാ ഹൃദയ ദുഖാനാ മത്, ഇതിന്റെ ഹൃദയം വേദനിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ. ഇപ്പൊ പ്രായപ്പെട്ട ആളുകളാണെങ്കിലും വൃദ്ധരായിട്ടുള്ള ആളുകളാണെങ്കിലും അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരും സമൂഹത്തിൽ ഒരുപാട് അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു ജനസമൂഹമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മുർജായ ഫൂൽ എന്ന് പറയുന്ന, അതായത് ഒരു വാടിയ പൂവിന്റെ പ്രതീകവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സുഭദ്രകുമാരി ചൗഹാൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ സമൂഹത്തിലെ അസുഖം ബാധിച്ച ആളുകളെയും അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകളെയും അതുപോലെ പാവപ്പെട്ട ആളുകളെയും അവഗണിക്കുന്നതിനെ കുറിച്ച് ഒരു വലിയ ആശയം തരുന്ന ഒരു കവിതയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവർ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലെ, നമ്മുടെ ഒരു സൊസൈറ്റി, നമ്മളിപ്പോ ഒരു ഗാർഡനിൽ പോകുന്ന സമയത്ത് അവിടെ വാടിയിരിക്കുന്ന ഒരു പൂവിനെയാണോ അല്ലെങ്കിൽ വളരെ ഫ്രഷ് ആയി വിരിഞ്ഞ് സൗന്ദര്യമുള്ള ഒരു പൂവിനെയാണോ നമ്മൾ ശ്രദ്ധിക്കുക? യെസ്, നമ്മൾ എല്ലാവരും എന്താ ശ്രദ്ധിക്കുക? സൗന്ദര്യമുള്ള, നല്ല കളേഴ്സ് ഉള്ള, നല്ല സുഗന്ധമുള്ള പൂവിനെ ആയിരിക്കും അല്ലെ. അപ്പൊ വാടി തളർന്നിരിക്കുന്ന പൂവിനെ ആരും ശ്രദ്ധിക്കാത്തത് പോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവഗണിക്കപ്പെട്ടു പോകുന്നത്. അവരൊരിക്കലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, അവരൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള ആശയം വരുന്ന ഒരു കവിതയാണ്. അപ്പൊ നോക്കാം. यह मुरझाया हुआ फूल है, इसका हृदय दुखाना मत, स्वयं बिखरने वाली उसकी पंखुड़ियां बिखराना मत. സ്വയം ബിഖർനെ വാലി, സ്വന്തമായി കൊഴിഞ്ഞു പോകുന്ന ഇതളുകളുള്ള ആ പൂവിനെ നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്, വേദനിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. സ്വയം ബിഖർനെ വാലി ഉസ്കി पंखुड़ियां बिखराना मत, गुजरो अगर पास से इसके, इसे चोट पहुंचाना मत. എന്താ പറയുന്നത്? ഗുസറോ അഗർ പാസ് സെ ഇസ്കെ, ഈ വാടി തളർന്നിരിക്കുന്ന ആ പൂവിനരികിലൂടെ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇസേ ചോട്ട് പഹുഞ്ചാന മത്ത്, അതിന് എന്ത് ചെയ്യാൻ പാടില്ല, മുറിവേൽപ്പിക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറയാണ്. അപ്പൊ നമുക്ക് ചിലർക്കെങ്കിലും ഉണ്ടാവില്ല ഒരു ശീലം, ഒരു പൂവിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ അങ്ങോട്ട് തട്ടി പിടിച്ചല്ലേ ആ പറിച്ച് കളഞ്ഞിട്ടൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതൊന്നും ചെയ്യരുത് എന്നാണ് ഇവിടെ സുഭദ്രകുമാരി ചൗഹാൻ പറയുന്നത്. ജീവൻ കി അന്തിം ഘടിയോ മേ ദേഖോ ഇസേ റുലാനാ മത്ത്, ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പൂവിനെ നിങ്ങളായി വേദനിപ്പിക്കരുത് എന്ന് കൂടെ നമ്മളോട് പറയാണ്. ഇപ്പൊ ഒരു പൂവ് എന്നൊക്കെ പറയുമ്പോൾ അതിന് 1-2 ദിവസം മാത്രമാണ് ഈ ഭൂമിയിൽ ആയുസുള്ളത്. ആ ആയുസിൽ ഈ ഭൂമിയിലുള്ള ഭംഗിയുള്ള കാഴ്ചകൾ അത് കണ്ടോട്ടെ, പക്ഷെ നിങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ വേദനിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ, അതിന്റെ ഹൃദയം ഒന്നും ചെയ്യാൻ പാടില്ല, ഹൃദയം കരയിപ്പിക്കുക അതൊന്നും നമ്മൾ പാടില്ല എന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. अगर हो सके तो ठंडी बूंदे टपका देना प्यारे, अगर हो सके तो, നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വാടി തളർന്നിരിക്കുന്ന പൂവിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ദാഹജലം കൊടുക്കാനും കൂടെ പറയുന്നുണ്ട് നമ്മളോട്. ജൽ ന ജായേ സന്തപ്ത ഹൃദയ ശീതളതാ ലാ ദേനാ പ്യാരെ, ജൽ ന ജായേ സന്തപ്ത ഹൃദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഹൃദയം ഇങ്ങനെ കരിഞ്ഞു പോലെ, വാടി തളർന്നിരിക്കുന്ന പൂ എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തത്തിൽ ഇങ്ങനെ ക്ഷീണിച്ച് അവശയായി നിൽക്കുന്ന ആ
പൂവ് അതിന്റെ ഹൃദയം എന്ത് ചെയ്യും, നിശ്ചലമായി പോകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തണുത്ത വെള്ളം, ശീതളത, അതിന് കുറച്ച് തണുത്ത വെള്ളം കൊടുത്തിട്ട് അതിന് കുറച്ചും കൂടെ സേഫ് ആക്കി അതിന് കുറച്ചും കൂടെ ജീവൻ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കവിതയിൽ വളരെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ കാലത്തും ഒരുപാട് ആനുകാലിക പ്രസക്തിയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ആശയം വരുന്ന ഒരു കവിതയാണ്. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും അസുഖം ബാധിച്ച ആളുകളെയും വൃദ്ധരായിട്ടുള്ള ആളുകളെയും അതുപോലെ പാവപ്പെട്ട ആളുകളെയും എല്ലാവരും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന ഒരു ജനസമൂഹമാണ് ഈ പറയുന്ന പാവപ്പെട്ട ആളുകളാണെങ്കിലും അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകളാണെങ്കിലും അതുപോലെ എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടപ്പിലായ ആളുകളാണെങ്കിലും അല്ലെ, നിസ്സഹായരായി പോയിട്ടുള്ള അവരെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുമാണ് സുഭദ്രകുമാരി ചൗഹാൻ ഈ കവിതയിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ കവിതയുടെ ആശയത്തിലേക്ക് വരാം. അപ്പൊ ആശയം, ടിപ്പണി, ആസ്വാദന കുറിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഹിന്ദി की प्रसिद्ध कवियत्री श्रीपति सुभद्रा कुमारी चौहान की एक लोकप्रिय कविता है मुरझाया फूल. ഹിന്ദിയിലെ വളരെ ലോക പ്രശസ്തമായിട്ടുള്ള കവിയത്രി ആയിട്ടുള്ള സുഭദ്രകുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ള ഒരു ലോകപ്രിയമായിട്ടുള്ള, അതായത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് മുർझाയ फूल എന്ന് പറയുന്നത്. മുർझाया फूल के माध्यम से कवियत्री ने समाज के गरीब और बेसहारे लोगों के दयनीय जीवन की ओर इशारा किया है. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുർझായ ഫൂലിന്റെ മാധ്യമത്തിലൂടെ, ഒരു മാധ്യമമായി വെച്ചിട്ട് അതിലൂടെ കവിയത്രി, നമ്മുടെ കവി എന്താ ചെയ്തിട്ടുള്ളത്? സമൂഹത്തിലുള്ള ഗരീബ്, പാവപ്പെട്ട ആളുകളും അതുപോലെ ബേസഹാരെ ലോക, നിസ്സഹാരായി പോയിട്ടുള്ള ആളുകളുടെയും ദയനീയമായിട്ട് ജീവിതത്തിലേക്കാണ് വിരൽ ചൂണ്ടിയിട്ടിരിക്കുന്നത്. फूल अपना मधु, सौरभ और सब कुछ दूसरों के लिए देता है. मानव की युवावस्था में दूसरों के लिए പരിശ്രം करते हैं. എന്താ സംഭവിക്കുന്നത്? ആ ഒരു പൂവ് അതിന്റെ യൗവന കാലഘട്ടത്തിൽ അതിൽ നിന്നുണ്ടാവുന്ന മധു, അതായത് ഹണി അല്ലെ, തേനാണെങ്കിലും സൗരഭ് എന്താണ്, ഭയങ്കര സുഗന്ധമുള്ള പൂക്കളൊക്കെ ഉണ്ട് അല്ലെ, സുഗന്ധമാണെങ്കിലും അതെല്ലാവർക്കും ബാണ്ട് ദേത്താഹേ അല്ലെ, വിതരണം ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് പൂവ് എന്റെ തേനാണ് അല്ലെ, എന്റെ സുഗന്ധമാണ്, ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറുക്കി പിടിച്ച് വെക്കാറില്ല അല്ലെ, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. മാനവക്ക് യുവാവസ്ഥ, മനുഷ്യർ അവരുടെ യങ് ഏജിൽ അവരും ബാക്കിയുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ പേരൻസ് ആണെങ്കിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രായമായി പോകുന്ന സമയത്ത് എല്ലാവരാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ മുതിർന്ന ആളുകളെയും അതുപോലെ അവശതയിലായി പോയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അവഗണിക്കപ്പെടുകയാണ്. അവരെ ഒന്നും നമ്മൾ അവഗണിക്കാൻ പാടില്ല എന്നുള്ള ആശയമാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് തരുന്നത്. അന്തമേ ബേസഹാര ബൻജാത്താ ഹേ, അവസാനം എന്താവുന്നുണ്ട്? നിസ്സഹായരായിട്ട് മാറി പോവേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ജീവൻ കി അന്തിം ഘടിയോ മേ ഇസേ റുലാന മത്, ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കരയിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ പ്രായപ്പെട്ട ആളുകളായാലും പ്രായമുള്ള ആളുകളാണെങ്കിലും വൃദ്ധരായിട്ടുള്ള ആളുകൾ അതുപോലെ കിടപ്പിലായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും അവരെയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നാണ് നമ്മളോട് സുഭദ്രകുമാരി ചൗഹാൻ പറയുന്നത്. മുർझाया फूल किन किन के प्रतीक है, സമൂഹത്തിലുള്ള ഏതൊക്കെ അവസ്ഥയിലാണ് എന്തിൻ്റെയൊക്കെ പ്രതീകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മുടെ വയസ്സായിട്ടുള്ള ആളുകൾ, അതുപോലെ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള പാവപ്പെട്ട ആളുകളൊക്കെ മുർझाया फूल की प्रतीक है. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ മുർझाया फूल എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മിസ്സിന്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് സെറ്റായി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഇതാ എഡ്യു പോർട്ടലിലൂടെ മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.